ഫഉഖാസിമഹു ഇൻദ റബ്ബി. എന്താ മുഅ്മിനേ ഈ വാക്കുകളൊക്കെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക? എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ? ഉമർ തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലെയാണ് അല്ലാഹു നടത്തിയിരുന്നതെങ്കിൽ, എന്നെ കൊന്നത് ഒരു മുസ്ലിമായിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ അള്ളാന്റെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള്, എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരുപക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ, ഉമറിന്റെ ഈമാനിനേക്കാളും ഈമാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ. എന്നെ വധിച്ചത് മുസ്ലിമല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അൽഹംദുലില്ലാഹി ചൊല്ലിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ചിന്തകളൊക്കെ? എന്താണ് ഈ മഹാത്ഭുതങ്ങൾ? മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം. ഇങ്ങനെ എൻ്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം, ഞാനും മുസ്ലിം, ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ? ആരാണ് ഈ പറയണത്? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. ഇന്ന് സംഘടനകൾ ടിക്കറ്റ് കൊടുക്കുക സ്വർഗത്ത്, നിങ്ങൾ പോരി, നമ്മളിപ്പം കൂടി ഞങ്ങൾ സ്വർഗത്ത് ഉറപ്പാ, ഞങ്ങളാ സുന്നികൾ, നിങ്ങൾ പോരി. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു പോകല്ലേ സഹോദരാ, സ്വഹാബിമാരത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല, മുഅ്മിനീങ്ങൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല, വീമ്പിളക്കാൻ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട് ഉമർ തങ്ങൾ. എന്താ ചോദ്യം? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കപടവിശ്വാസികളുടെ പേര്, കപടവിശ്വാസികളുടെ മുനാഫിഖീങ്ങളുടെ, ഹിപ്രോക്രൈറ്റ്സ്, കപടവിശ്വാസികളുടെ ഒരു ലിസ്റ്റ് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടുണ്ട്, സ്വകാര്യമായി വെക്കാൻ പേര് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് കപടവിശ്വാസികൾ? ആരൊക്കെയാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ? യാ അല്ലാഹ്, അവരുടെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്ന് കണ്ടപ്പോ പിന്നാലെ ഓടിച്ചെന്നൊരു സ്വഹാബിയുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഹുദൈഫ, ആ പേരുകളൊന്ന് പറഞ്ഞു തരുമോ? ഇത് സ്വകാര്യാണ്, പറഞ്ഞു തരൂല. അള്ളാഹുവിന്റെ റസൂൽ എന്ന രഹസ്യമാണ്, പറഞ്ഞു തരൂല. ഹുദൈഫ, ആ പേരുകൾ എനിക്കൊന്ന് വായിച്ചു തരുമോ? ആ പേരുകൾ എന്നൊന്ന് കേൾപ്പിക്കുമോ? ഇല്ല, പറഞ്ഞു തരാൻ കഴിയില്ല. ആരാണ് ചോദിച്ചതെന്നറിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തു, ഹുദൈഫ, ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിന്റെ ഉള്ളിലെങ്ങാനും ഉമർ ഇബ്നുൽ ഖത്താബ് എന്നുണ്ടോ ഹുദൈഫ? എന്റെ പേരതിലുണ്ടോ എന്ന് പറഞ്ഞു തരിൻ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل سلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سرغتلان وعمر في الجنة وأبو بكر في الجنة وعثمان في الجنة وعلي في الجنة وسعد في الجنة. പത്തോളം സ്വഹാബികളുടെ പേരെടുത്തിട്ട് ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത സ്വഹാബിയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. എന്നിട്ട് പോലും പേടിച്ചു പോയിട്ടുണ്ട്, എന്റെ പേര് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടോ? മുഅ്മിനിന് ഇങ്ങനെ പേടി വേണം, എന്നാൽ അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. വീമ്പിളക്കാൻ മുഅ്മിന് കഴിയില്ല സഹോദര. അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള പണിയെടുക്കിൻ, ഹൃദയം ശുദ്ധിയാക്കിൻ, ഖൽബ് അല്ലാഹുവിന് കൊടുക്കിൻ. ഇന്നല്ലദീന ആമനൂ സുമ്മ ഇസ്തഖാമൂ, ഈമാൻ ഉണ്ടാവുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം
ആ പരിശുദ്ധ ദീനിൽ മരണം വരെ, മരണത്തിന്റെ സെക്കൻഡ് വരെ, മരണത്തിന്റെ അവസാനം വരെ, നാളെ ഖബറിലും മുസ്ലിമായി മുഅ്മിനായി അല്ലാഹു നമ്മെ ചേർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മുടെ കയ്യിൽ കിടക്കാൻ മുസ്ലിമേ എത്തിച്ചു കൊടുക്കിൻ, മുസ്ലിമിന് എത്തിച്ചു കൊടുക്കിൻ. അല്ലാഹുവിന്റെ ദീൻ രക്ഷപ്പെടാനുള്ള വഴിയാണ്. സന്തോഷം ഇതിലേ കിട്ടുള്ളൂ. ഞാൻ തുടങ്ങി വെച്ച സംഭവം അതാ. വലിയൊരു ഡോക്ടർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ്, എന്തേ? ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. ഹൃദയത്തിന് അല്ലാഹുമായുള്ള ബന്ധം കൊടുക്കിൻ. ആ ബന്ധം വിളക്കി ചേർക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. റൂഹിന്റെ ബന്ധം ഖിറാഅത്തിലൂടെ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുന്നത്, അഷ്റഫുൽ ഖൽഖിനെ സ്മരിക്കുന്നത്, അഷ്റഫുൽ ഖൽഖിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത്, നന്മ പറയുന്നത്, സ്വതക്ക ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നാവ് സൂക്ഷിക്കുന്നത്, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നത്, മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന ചെയ്യാതിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സർവമാന നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാ ഇസ്ലാം നമ്മുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിമേ, മുസ്ലിം നാമധാരിയായ ഒരവസ്ഥയിലായി പോകാതെ മുസ്ലിമായിട്ട് ജീവിക്കും. മുസ്ലിം ആവട്ടെ. അങ്ങനെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിനെ കണ്ട് ഇഷ്ടം വരണ്ടേ? നമ്മൾ കുറ്റക്കാരാണ്, നമ്മൾ കുറ്റക്കാരല്ല അല്ലാഹുവിന്റെ മുമ്പിൽ. നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടോ? അവൻ ചെയ്യുന്നത് മറ്റും ചെയ്യുന്നത് തന്നെയല്ലേ? അല്ലല്ല. ആ മുസ്ലിമിനെ നോക്ക്, ചെറുപ്പക്കാരൻ, അവൻ കോളേജിൽ പോകുന്ന കുട്ടിയാ, നോക്ക്, അവൻ കണ്ണെടുത്ത് അന്യ പെണ്ണുങ്ങളെ നോക്കുന്നില്ല, നോക്ക്, അവൻ കള്ളുടിക്കാത്ത ചെറുപ്പക്കാരനാ, നോക്ക്, അവൻ പെൺപിള്ളേരെ പിന്നാലെ നടക്കാത്ത ചെറുപ്പക്കാരൻ. ഇത് നമ്മെക്കുറിച്ച് പറയണം മുസ്ലിമേ. അപ്പോഴല്ലേ ഞാനും നീ മുസ്ലിം ആവുന്നുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നൊക്കെ നീ ചെയ്യുന്നു, പിന്നെ എന്ത് ഇസ്ലാം? പിന്നെ എന്ത് ഇസ്ലാം? അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ കൊണ്ടാണ് അള്ളാഹു നിലനിർത്തിയതെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി പോയേനെ. പക്ഷെ അള്ളാഹ് നിലനിർത്തും നമ്മളെ കൊണ്ടല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹിൻ്റെ ദീൻ്റെ മധുരം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ തന്നെ അങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഈ സദസ്സിൽ മുസ്ലിമായിരിക്കുന്നുണ്ട്. അള്ളാഹു വരുന്നത് സ്വീകരിക്കട്ടെ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു ഹൃദയത്തിന് സമാധാനം നൽകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു തഖ്വ നൽകട്ടെ, ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും മുസ്ലിമാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ. ഇത് നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനുള്ള ഉപദേശമാണ്. തെറ്റിലേക്ക് ഖൽബ് പോകാതിരിക്കാൻ തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചാൽ അള്ളാഹു പുറത്തു തരും. സ്വാലിഹീങ്ങളുടെ ചര്യയാണത്. അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. പിന്നെ മാരക രോഗങ്ങൾ വരാതെ അള്ളാഹു തടിയേക്കാക്കും. എന്തെങ്കിലും സൂചനകൾ തിന്മയിലേക്കുള്ള ടെംപ്റ്റേഷൻ വന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലി വുളൂ ചെയ്യിൻ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. രാത്രികാലങ്ങളുടെ നിസ്കാരങ്ങളുടെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യിൻ. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കിൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. എന്നിട്ട് നമ്മൾ ഇസ്തിഖാമത്തിലായി ജീവിച്ചു. ഇൻഷാ അള്ളാഹ് ഒരു പെണ്ണുകൊണ്ടോ മദ്യം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. ഇബ്നു അബ്ദുറഹ്മാൻ നഷ്ടപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടരുത്. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷിനെ നഷ്ടപ്പെട്ട നമുക്ക് നഷ്ടപ്പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ, മനസ്സ് അള്ളാഹുവുമായി ബന്ധിപ്പിക്കാൻ, പടച്ചവനോട് പൊരുത്തണ്ടാവേൻ, അള്ളാഹുവിൻ്റെ ലിഖാഇനെ ഇഷ്ടപ്പെടിൻ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് ആശ്വാസമാക്കി തരും. അവൻ എന്ത് ചെയ്യുന്നുവോ നീ എന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തതാണല്ലോ റബ്ബേ, എനിക്കത് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യന് സന്തോഷം, രോഗം കൊണ്ടുപോലും സന്തോഷം വരുന്ന അവസ്ഥ വരും. ഞാൻ ഹദീസ് നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഈ രീതിയിൽ സന്തോഷിക്കാനുള്ള വഴി ഇതേ ഉള്ളൂ. നിങ്ങളുടെ മ്യൂസിക് കൊണ്ട് സന്തോഷം കിട്ടില്ല സഹോദര. നീ സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ടോ ചെയ്തിട്ടോ നിനക്ക് സന്തോഷം കിട്ടില്ല സഹോദര. സിനിമ മാസികൾ നീ വാങ്ങിച്ചിട്ട് കിട്ടില്ല സഹോദരി. നിന്റെ സീരിയലോ സിനിമയോ കണ്ടിട്ട് സമാധാനം കിട്ടില്ല പൊന്നു സഹോദര സഹോദരി. എന്ത് വേണം? ഖൽബിനെ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക. അല്ലാത്തതൊക്കെ പിശാചിൻ്റെതാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് ഖൽബ് കൊടുക്കിൻ. അൻത മഅമൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഈ ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു പോയി. പഠിക്കണം. ഇന്ന് ഈ ക്ലാസ് കഴിയാനിരിക്കുക നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ഹദീസ്. വളരെ എളുപ്പമുള്ള ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കും പറയല ഖാല റസൂലുള്ളാഹി എന്നൊക്കെ പറഞ്ഞൂടെ? ഉസ്താദ്മാർക്ക് എന്നെ പറയാൻ പറ്റുള്ളൂ? അല്ല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൻത മഅമൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. മരണം വരെ ഓർത്തേക്കണം ഇത്. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെടാം, ഏത് നടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അവർ എങ്ങോട്ടാ പോകുന്നത് അവരുടെ കൂടെ പോകേണ്ടി വരും. ഇത്രയുള്ള വിഷയം.
നിങ്ങൾക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടാം, അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം. തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാം, അവരോടൊപ്പം നരകത്തിലേക്കും പോകാം. ഇതിനേക്കാളും സന്തോഷമുള്ളൊരു ഹദീസ് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാ, ഫഉഷ്ഹിദുക്കും ബില്ലാഹ്, അല്ലാഹനെ വിചാരിച്ച് ഞാൻ സത്യം ചെയ്യട്ടെ, ഫഇന്നി